ഇപ്പോൾ മഞ്ചേശ്വരം MLA ആയ കെ അഷ്റഫ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഷ്റഫ്, നോക്കൂ, ഈ ഒരു അപകടം വളരെ ദുഃഖം നൽകുന്ന ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 6 പേരാണ് ഈ ഒരു ബസ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. 2-3 പേർക്ക് 5 പേർ ചികിത്സയിലാണെന്നും ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഈ ചികിത്സയിൽ കഴിയുന്നവരുടെയൊക്കെ ഒരു ആരോഗ്യാവസ്ഥ? ഇതിൽ മലയാളികളുണ്ടോ? ഞാനിപ്പോ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് മുമ്പിലാണ് നിൽക്കുന്നത്. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദറും എന്റെ കൂടെയുണ്ട്. നമ്മൾ ഇൻക്വസ്റ്റ് കേരള പോലീസ്, ഇത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ആക്സിഡന്റ് നടന്നത്. അപ്പോൾ വനിതാ പോലീസൊക്കെ വന്ന് ഇൻക്വസ്റ്റ് തുടങ്ങുന്നുണ്ട്. ഇത് മഞ്ചേശ്വരത്തിന് നമുക്കൊക്കെ വല്ലാത്തൊരു അത്ഭുതപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു ദുരന്തമാണ് ഇന്ന് നടന്നത്. ഇപ്പൊ 6 പേരാണ് മരിച്ചത്. 11 വയസ്സുള്ള അസ്ന, 19 വയസ്സുള്ള ആയിഷത്ത് ഫിദ, ആ കുട്ടിയുടെ ഉമ്മ ഒരു നഫീസ, അങ്ങനെ 6 പേര്. അവരെ കൂടാണ്ട് ഒരു സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ, ലക്ഷ്മി എന്ന് പറയുന്ന 2 ആളുകൾ, ബസ് കാത്തുനിന്ന 2 ആളുകൾ മംഗലാപുരത്ത് ഫാദർ മുല്ലസ് ഹോസ്പിറ്റലില് ചികിത്സയിലാണ്. ഹൈദരലി എന്ന് പറയുന്ന ഒരു ഓട്ടോയിൽ ഒരു മരണ വീട്ടിൽ പോയി മടങ്ങി വരുന്ന ഒരു കുടുംബമാണ് മുഴുവനായും. ആ ഡ്രൈവർ അടക്കം 5 സ്ത്രീകളടക്കം ആ കുട്ടികൾ ഉൾപ്പെടുന്ന 6 പേരാണ് ഇവിടെ മരിച്ചത്. തീർച്ചയായും ഇതിൽ കാണാൻ കഴിയുന്ന, ഇപ്പൊ ഞാൻ ആദ്യം തന്നെ 2 മൃതദേഹങ്ങൾ നഫീസയുടെയും ആയിഷത്ത് ഫിദയുടെയും മംഗൽപാടിയിലെ മഞ്ചേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് എത്തിച്ചത്. അവിടെ സ്പോട്ടിലേക്ക് ഞാൻ എത്തി. അതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ഈ സ്പോട്ട് തലപ്പാടിയിൽ വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ച, സർവീസ് റോഡിലുള്ള ഒരു വണ്ടിയും ഈ NHന്റെ പുതിയ റോഡിലുള്ള 2 വണ്ടികൾ, കർണാടകയിലെ വണ്ടികൾ തമ്മിലുള്ള മത്സര ഓട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത്. ഈ തലപ്പാടി നടന്ന പ്രദേശം രാവിലെ 8 മണി 9 മണി സമയത്ത് ധാരാളം 100 കണക്കിന് കുട്ടികൾ മംഗലാപുരത്തെ കോളേജുകളിലേക്ക് പോകുന്നൊരു പ്രദേശമാണ്. ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഇവര് ഇയർഫോൺ വെച്ചിട്ട് സംഗീതം കേട്ടിട്ട് വളരെ കെയർലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കാറുള്ളത്. വായിൽ എപ്പോഴും പാൻ പരാഗ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടാകും. ഇതൊക്കെ DDCയിലും കളക്ടർ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ട് ഒരു നടപടിയും എടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്തം നമ്മൾ ഇന്ന് ഏറ്റുവാങ്ങിയത്. ഞാൻ ഈ സമയത്തും പറയുന്ന ഒരു കാര്യം, ഒരു 12 മണിക്കൊക്കെ തലപ്പാടി പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു നിർത്തിയിട്ട ഓട്ടോയിൽ ഒരു ബസ് ഇടിച്ചിട്ട് ഇത് മരണമല്ല, ആ KSRTC കൊന്നതാണ്. സത്യത്തിന് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം ഈ ഒരു ദുരന്തത്തിൽ. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു വിവരം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലഹരി അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നുണ്ട് എന്നുള്ളൊരു വ്യാപകമായ വിമർശനം ഈ അപകടത്തിന് പിന്നാലെ ഉയരുന്നുണ്ട്. ഈ ഒരു വിഷയം ഈ സൂചിപ്പിച്ചപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണോ പറയുന്നത്? തീർച്ചയായും. നമ്മളിപ്പോ ഈ ഹൈവേയുടെ വർക്ക് ആരംഭിച്ചത് മുതൽ, ഞാനിപ്പോ മഞ്ചേശ്വരം MLA ആണ്, എപ്പോഴും പറയുന്ന ഒരു കാര്യം, സർവീസ് റോഡിൽ പാവങ്ങൾ ബസ് കാത്തു നിൽക്കുമ്പോൾ ഈ KSRTC സർവീസ് റോഡിൽ കയറാറില്ല. ആ സമയത്ത് നമ്മൾ DDCയിലും കളക്ടറെയും ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പറയുന്നത്, ഞങ്ങൾ കള്ളം പറയും. പലപ്പോഴും ഇൻസ്പെക്ടറൊക്കെ വെച്ച് ഈ വണ്ടി പിടിപ്പിച്ച അനുഭവം പോലും എന്റെ മുമ്പിലുണ്ട്. ഇവർ സർവീസ് റോഡിൽ കയറാതിരിക്കുന്നത് ഇവർക്ക് അതിവേഗതയിൽ സർക്കാരിന് നഷ്ടമോ ലാഭമോ എന്നുള്ളത് കണക്കല്ല. ഇവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണം. വണ്ടിയാണെങ്കിൽ ഓടിച്ചു പോകണം. ഇവർ എൻജോയ് ചെയ്ത് അമിത വേഗതയിൽ ഓട്ടുന്നതാണ് ഇവർക്ക് ഇഷ്ടം. അമിത വേഗതയിൽ ഉള്ള ഓട്ടം നമ്മളൊക്കെ നിരന്തരമായി കാണുന്ന കാഴ്ചയാണ്. ഇതിന് ശക്തമായൊരു നിയന്ത്രണമാണ് ഉണ്ടാവേണ്ടത്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ അഷ്റഫ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.